നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കുട്ടികൾ വീട്ടിലില്ലാത്ത സ്കൂളിൽ പോയ ദിവസം എടുത്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അവർ സ്കൂളിൽ പോയതിന് ശേഷം ഉള്ള രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഉപ്പ് തുറന്നിട്ട് പാത്രത്തിലിടുകയാണ്. ഈ ഉപ്പ് ഏതാണെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഇത് ആശീർവാദിൻ്റെ പിങ്ക് സാൾട്ടാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. മകരചൊവ്വയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് ഇത്തിരി വൈകി പോയത്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പരീക്ഷണ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഉച്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും ഉണ്ടാക്കി ശീലിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുതിയതായിട്ടൊന്നും ഉണ്ടാവാറില്ല. പിന്നെ പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അമ്മോടൊക്കെ ഇങ്ങനെ ഓർത്ത് ചോദിക്കും, അന്ന് കഴിച്ചില്ലേ, അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പരീക്ഷണ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ കുട്ടികളില്ലാത്ത നേരത്ത് ഉണ്ടാക്കുന്നത് അവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് തന്നെ തോന്നി. എന്നാൽ എനിക്കിഷ്ടമാണ്. പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ആദ്യം ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതാണ്. നോർത്ത് ഇന്ത്യൻ എന്തോ ആണ് തോന്നുന്നു. അപ്പോൾ പച്ചമുളകാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടാവില്ല എന്ന് ഞാൻ ആദ്യം തന്നെ ഉറപ്പിച്ചു. ഇന്ന് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു അവർക്ക് കൊടുത്തയച്ച കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമായിട്ട് എനിക്കിഷ്ടമുള്ള പോലെ ഇത് ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം കിട്ടി. ഒരു 4-5 പച്ചമുളക് എടുത്ത് നടുക്ക് കീറി വെച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് കുരുമുളകും പെരുംജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും ഞാൻ ഉണ്ടാക്കുമ്പം അതിന് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വെച്ച് ചതയ്ക്കുന്നുണ്ട്. മല്ലിയും പിന്നെ ഒക്കെ വെച്ച് ചതയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് മുഴുവൻ മല്ലി ഇല്ല, പൊടിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, ബാക്കി നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ചേർക്കാമെന്ന് വിചാരിച്ച് കുരുമുളകും പെരുംജീരകവും ചതച്ച് വെച്ചു. പിന്നെ ഇതുണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ വിഭവം ആയതുകൊണ്ട് തന്നെ ആവണക്കെണ്ണയാണ് യൂസ് ചെയ്യണേ. എനിക്കത് പറ്റില്ല കേട്ടോ. എനിക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വറക്കാനായിട്ടൊക്കെ എടുക്കാമെന്നല്ലാണ്ട് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴും എന്ത് വെക്കുമ്പോഴും നെയ്യോ വെളിച്ചെണ്ണയോ അല്ലാണ്ട് എനിക്ക് വേറൊരു സാധനം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കണേ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കുരുമുളകും പെരുംജീരകവും ചതച്ചത് ചേർത്തിട്ട് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായം, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വെന്തിട്ടുള്ള ഒരു ടൈം ആകുമ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ഞാൻ മോര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിടാൻ വേണ്ടി മറന്നു പോയിട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഉപ്പിട്ടിട്ടില്ലല്ലോ, ഒന്നാമതാണ് വേഗം പോയിട്ട് ഉപ്പിട്ടെ. അപ്പോൾ അത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ച് മോരേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ സ്വാദ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാളൻ്റെ ഒക്കെ സ്വാദില്ലേ, ആ സ്വാദാണ് കേട്ടോ ഇതിന്. പച്ചമുളക് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാളനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സൈഡ് ഡിഷായിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാദില്ലേ, അതാണ് ഈ റെസിപ്പി അതിൻ്റെ സ്വാദെന്ന് പറയണേ കേട്ടോ. എനിക്കത് ഇഷ്ടമായി. പിന്നെ അടുത്തതും ഇന്ന് ചോറിക്ക് ഉണ്ടാക്കുന്നതും ഒരു പരീക്ഷണ വിഭവം തന്നെയാണ്. വഴുതനങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യണേ കേട്ടോ. എപ്പോൾ പച്ചക്കറി വാങ്ങിക്കായാലും ഞാൻ വഴുതനങ്ങ ഉണ്ടല്ലോ, വയലറ്റ്, അത് ഞാൻ ഇപ്പോഴും വാങ്ങി വയ്ക്കും കേട്ടോ. അതൊക്കെ അതിൻ്റെ മെഴുക്ക് വരട്ടി നല്ല ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂട്ടത്തിൽ ഈ മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട, അത്ര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഞാൻ അവിയൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് മുന്നേ, വഴുതനങ്ങ കൊണ്ടുള്ള അവിയൽ. അതല്ലാണ്ട് ഇനിയിപ്പോൾ വഴുതനങ്ങ വെച്ച് എന്താ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടോ. ഇതും ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വഴുതനങ്ങ, തക്കാളിയും പിന്നെ പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളിയൊക്കെ ചേർക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിഷ്ടമുള്ള പോലെയാണ്. ഇനിയിപ്പോൾ എന്ത് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാലും ഏത് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞാലും ഞാൻ ഉണ്ടാക്കി വരുമ്പം അത് എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പം എല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉണക്കമുളകും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വഴറ്റുകയാണ്.
അപ്പോൾ പഴുത്തണങ്ങ ചേർത്തിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി വേണം. പിന്നെ ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ സ്വാദെന്ന് പറയണത് പുളിയിഞ്ചിയുടെ സ്വാദാട്ടോ. അത് നമ്മൾ ഈ പുളി ചേർക്കണോണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ശർക്കരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ സ്വാദം എടുത്തു വെച്ചാൽ നമ്മൾ പുളിയിഞ്ചിയൊക്കെ കൂട്ടിയിട്ട് അച്ചാറും പുളിയിഞ്ചിയൊക്കെ കൂട്ടി സദ്യയിൽ ഇങ്ങനെ നമ്മളെല്ലാ കറികളും ഇങ്ങനെ കൂട്ടി കൂട്ടി കഴിക്കുമ്പോൾ ഇടയ്ക്ക് പുളിയിഞ്ചി അച്ചാറും കൂട്ടിയിട്ട് മാത്രം കഴിക്കില്ലേ, ആ ഒരു സ്വാദാട്ടോ ഈ ഒരു കറി കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് തോന്നി. ഇത് തമിഴ് ഏതോ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു വിഭവമാണ്. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം ശർക്കരയും കൂടി ചേർത്തപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. പുളിയിഞ്ചിയുടെ ടേസ്റ്റാണ്. നമ്മൾ ഒഴിച്ച് കഴിക്കുന്ന കറി പുളിയിഞ്ചിയുടെ ടേസ്റ്റുള്ള ഒരു കറി, അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ പച്ചമുളകിൻ്റെ സംഭവം എൻ്റെ മക്കൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു തരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവരോട് ചോദിക്കാൻ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അവർക്ക് അതൊട്ടും ഇഷ്ടമായില്ല. പുളിയിഞ്ചിയുടെ സ്വാദുള്ള വഴുതനങ്ങാക്കറി അവർക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ കഴിഞ്ഞ 2-3 വ്ളോഗിൽ എൻ്റെ അടുത്ത് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നമ്മുടെ സ്വർണ്ണക്കുട്ടികളെന്ന്. അപ്പം ഞാനുണ്ടല്ലോ രാവിലെ അവർക്ക് ഫുഡ് കൊടുക്കുമ്പം അടിച്ചൊരു തുടക്കണേറ്റ് മുന്നേ അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അവരെ ഞാൻ അടച്ചിടും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് പാവക്കൂട്ട് എളുപ്പമാവും വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാ റൂമിലും കയറി ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരുന്നു. അപ്പം ഒരാളായതുകൊണ്ട്, ഒരു പൂച്ചക്കുട്ടി ആയതുകൊണ്ട് തന്നെ അധികം രോമം ഒന്നും കൊഴിയില്ല. ഇവർ 4 പേരുള്ളതുകൊണ്ടും ഇവർ ഏത് നേരം മൂടി കളിച്ച് വികൃതി. ഇപ്പോൾ ഒരാൾ മാത്രമാകുമ്പോൾ വികൃതി കാണിക്കുന്നതിന് ഒരു ഇതുണ്ടല്ലോ, എവിടെ കിടന്നേച്ചാവോ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും ആവക്കൂട്ടൻ. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടും. അപ്പൊക്കെ അവരുടെ രോമം നന്നായിട്ട് കൊഴിയും. അപ്പം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വരും, അല്ലെങ്കിൽ ഇപ്പം എല്ലായിടത്തും റൂമിലേക്ക് എത്തും, എല്ലായിടത്തും ചുമരുമലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അസാധ്യ പാടാണ്. അപ്പോൾ ഏത് നേരം അവരെങ്ങനെ തുറന്നു വിടാറില്ല. രാവിലത്തെ ഫുഡ് കഴിക്കുന്ന നേരത്തെ മാത്രമാണ് അവരെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടുക. ഒരു 1/2-3/4 മണിക്കൂർ വരെ അവരിവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ വിലസും. അപ്പം അത് കഴിഞ്ഞാൽ ഞാൻ അവരെ പിടിച്ച് അകത്തിടും. അവരവിടെ കിടന്ന് ഉറങ്ങി കളിക്കുക. അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വർക്ക് ഏരിയയിലാട്ടോ ഞാൻ അവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് പുറത്ത് കാഴ്ചകളൊക്കെ കാണാം, വണ്ടികളൊക്കെ പോകണമൊക്കെ നോക്കി അവരെ എൻജോയ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ക്ലീൻ ആക്കിയിട്ടാണ് അകം നിലമൊക്കെ അടിച്ചു വരെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരെ തുറന്നു വിടില്ല. പിന്നെ പിറ്റേ ദിവസം തുറന്നു വിടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ എപ്പോഴും വയ്യ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടാട്ടോ. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണേ, എൻ്റെ അടുത്ത് നമ്മുടെ വാവക്കുട്ടൻ ഇങ്ങനെ പോയതിനു ശേഷം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കണ്ട, പൂച്ചക്കുട്ടികളെ കാണിക്കണ്ടെന്ന്. അത് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഒരു 60% ആൾക്കാർ നമ്മുടെ സന്തോഷം കാണാനാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ബാക്കി ഒരു 40% നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ വിഷമമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പം സന്തോഷിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. ചുമ്മാ പറഞ്ഞ കേട്ടോ, ശത്രുക്കളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ ശത്രുക്കളൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും, ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ചിലർക്ക് ഇപ്പം നമുക്കായാലും ചിലവർ കണ്ടേ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതുപോലെ ഒറ്റ നോട്ടത്തിലേ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യം നമ്മൾ എന്നും നമ്മുടെ കൂടെ വേണമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി അത് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. അത് യൂട്യൂബർമാർക്ക് മാത്രമല്ല കേട്ടോ, പൊതുവെ എല്ലാവർക്കും അത് നല്ലതാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കാൻ, ഒരിക്കലും അത് പറഞ്ഞ് ആരോടും പറയരുതെന്ന്. അത് എൻ്റെ ലൈഫിലാണെങ്കിൽ എനിക്കത് സത്യമാണെന്ന് തോന്നി. കാരണം ഞാൻ ഈ ചാനലിൽ കൂടെ എൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷവും ഇല്ല ദുഃഖവും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ കൂടെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പം അത് എന്താ പറയുക, അതെനിക്ക് എൻ്റെ ലൈഫിൽ കൂടെ ഞാൻ പഠിച്ചിട്ടുള്ളൊരു പാഠമാണ് കേട്ടോ. ഇത് എല്ലാവർക്കും നല്ലതാണ്, എനിക്ക് മാത്രമല്ല.
ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം കൂടിയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.